ഹലോ കൂട്ടുകാരെ, നമ്മുടെ മിന്നും പൊന്നും എല്ലാം ഞാൻ ചെയ്യുന്നതെല്ലാം മിക്കവാറും എല്ലാം എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കാറുണ്ട്. അപ്പം അവരിച്ചിരി കൂടെ ആയിട്ട് വേണം ഓരോ കാര്യങ്ങൾ നമുക്ക് ഏൽപ്പിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും രണ്ടുപേർക്കും ചെടികളൊക്കെ ഇഷ്ടമുള്ളത് കാരണം പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമ്മുടെ പൊന്നുവാണെങ്കിൽ എപ്പോഴും എന്തെങ്കിലും ഒരു ചെടി വയ്ക്കുന്നു. നമ്മൾ പുറത്തിറങ്ങിയാണ് നിൽക്കുന്നെങ്കിൽ അവൾ എന്തെങ്കിലും ഒരു ചെടി വയ്ക്കുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ചെടിക്ക് രാവിലെ ഇതൊക്കെ ചെയ്യുന്നതാണ്, ഈ വളമിടാനും ഇതൊക്കെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. പക്ഷെ ഇപ്പം രാവിലെ സമയം കിട്ടുന്നില്ല. ചോറ് കെട്ടും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല വെയിൽ വരും. ഇപ്പോൾ എന്താ വെയിലാണ്, എന്നാലും ഇച്ചിരി വളമിടാനൊക്കെ ഉണ്ട്. കുറേ നാളായി നമ്മുടെ ചെടിക്കൊക്കെ വളമിട്ടിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ വളമിടുന്നതിന് മുന്നേ ചെടിയുടെ ഇങ്ങനെ ചെടിക്കകത്തിരിക്കുന്ന നമ്മുടെ കളകളും അതെല്ലാം പറിച്ച് മാറ്റുക. ഇതാണ്ടോ, ഇതെല്ലാം പറിച്ച് മാറ്റി ഞാൻ ഇതവിടെ ഒരു ബക്കറ്റ് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇനി എടുത്ത് കുറച്ച് വാടി കഴിയുമ്പോഴത്തേക്കും ഗ്രോ ബാഗിൽ ഇതാണ് വയ്ക്കുന്നത്. ഇതും കുറച്ച് കരിയിലയും വയ്ക്കും. ഇത് കണ്ടോ, ഇതൊരു കമ്പി. ഇതിട്ടാണ് ഞാൻ ഗ്രോ ബാഗിന് ചട്ടിയുടെ അകമൊക്കെ ഇങ്ങനെ ഇളക്കുന്നത്. നമ്മളെപ്പോഴും സൈഡിൽ കൂടെ മണ്ണ് ഇളക്കി കൊടുക്കണം. അപ്പോൾ മണ്ണ് കട്ടാകാതിരുന്നാൽ ചെടികൾ കുറച്ചും കൂടെ നന്നായിട്ട് വളരും. എപ്പോഴും നമ്മുടെ ലൂസ് മണ്ണാണ് നല്ലത്. അപ്പോൾ ഇതിട്ട് ഞാൻ പതുക്കെ കളകളൊക്കെ പറിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ പതുക്കെ ഒന്ന് ഇളക്കി, വേരൊന്നും പോകാതെ ഒന്ന് ഇളക്കിയിട്ടാണ് ഞാൻ വളമൊക്കെ ഇടുന്നത്. ഇന്ന് കണ്ട ഇതിൻ്റെ ചട്ടിയുടെ ഇടയൊക്കെ പതുക്കെ ഒന്ന് നമ്മൾ മണ്ണ് കണ്ടോ, അതിൻ്റെ മണ്ണ് കട്ടയായിട്ടേ ഇല്ല. കാണാവോ, നല്ല ലൂസായിട്ടാണ് കിടക്കുന്നത്. നല്ല വെയിലുണ്ടേ. അങ്ങനെ ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് കുറച്ച് ആട്ടിൻ കാഷ്ടവും ഒരിച്ചിരി ചാണകപ്പൊടിയാണ്. ഞാൻ പിന്നെ ചെടി വെച്ചതിന് ശേഷം വളമൊന്നും ഇട്ടില്ല. സ്പ്രേ ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. കുറച്ച് ആട്ടിൻ കാഷ്ടവും ഇതും കൂടെ ഇട്ട് കൊടുത്തു. ഇനി ഇച്ചിരി ചെറുതായിട്ടൊന്നതിൻ്റെ പുറത്ത് എന്തെങ്കിലും ഇത് ഉണങ്ങിയ ഇതൊക്കെ ഇലകളൊക്കെ പറിച്ചത് ഉണങ്ങിയതാണ്. അപ്പോൾ ഒരു ചെറിയ പൊത പോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ ഇതൊരു കുഞ്ഞു മുളക് കണ്ടോ, ഇളകി വന്നു. ഇട്ട് കൊടുത്തിട്ട് ഇപ്പം നല്ല വെയിലല്ലേ, അപ്പോൾ ഇതങ്ങ് കുറച്ചിതാ. ഇനി ഞാൻ കുറച്ച് കരിയിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പുറത്തൊക്കെ ഒന്ന് ഇടാനായിട്ട്. വേണ്ട, നല്ല പൊതയൊക്കെ ഇട്ട് കൊടുത്തു, മൂടി പൊതിച്ച് കൊടുത്ത് ഇനി നമ്മൾ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കും. ഇച്ചിരി കരിയിലയും കൂടെ ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കും. അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ചെയ്തു കൊടുക്കും. ഇപ്പോൾ നല്ല വെയിലാണ്, ഇത്തിരി സമയം നിൽക്കാൻ പറ്റില്ല, തളർന്നു പോവും. എന്നാലും എനിക്കിപ്പോഴാണ് സമയം കിട്ടിയത്. എൻ്റെ വഴുതനയ്ക്കൊക്കെ ഞാൻ വളമൊക്കെ ഇട്ട് കൊടുത്തു. ഇനി കരിയിലയൊക്കെ വെച്ച് കൊടുക്കണം. അങ്ങനെ ഇട്ട് കൊടുത്തവരൊക്കെ അങ്ങനെ നിൽക്കുക. നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ടൊന്ന് ഇട്ടേക്കണേ കേട്ടോ. എന്നാലേ നമുക്കും കുറച്ചും കൂടെ സന്തോഷമുള്ളൂ. ഇതൊക്കെ നിങ്ങളും കൂടെ കാണുന്നുണ്ട്. അതൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ഇതുപോലെയൊക്കെ വയ്ക്കാൻ ശ്രമിക്കുക. നമുക്കൊന്നും പറ്റത്തില്ലെന്ന് വിചാരിക്കേണ്ട. ഒന്നുമില്ലെങ്കിൽ അത്യാവശ്യം 2 മുളകെങ്കിലും വയ്ക്കാൻ നോക്കുക. ആർക്കെങ്കിലും മുളകിൻ്റെ വിത്തോ എന്തെങ്കിലും വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ അയച്ചു തരാം. എൻ്റെ കയ്യിൽ നമ്മുടെ സിറാ മുളക്, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല, നമുക്ക് വീട്ടിൽ അരയ്ക്കാനൊക്കെ നല്ല ഇതാണ്. ആ മുളകൊക്കെ ഉണ്ട്. മുളകിൻ്റെ വിത്ത് എൻ്റെ കയ്യിലുണ്ട്. ആർക്കെങ്കിലും വയ്ക്കാൻ ആഗ്രഹമോ ഉള്ളവർ പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ട് അയച്ചു തരാം. അഡ്രസ്സ് തന്നാൽ എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്യുക, അതാണ് നമ്മുടെ ആഗ്രഹം.